ما ينفقون في هذه الحياة الدنيا كمثل ريح فيها صر أصابت حرث قوم ظلموا أنفسهم فأهلكته وما ظلمهم الله ولكن أنفسهم يظلمون. ആയത്ത് 117. مثل ما ينفقون في هذه الحياة الدنيا. നിഷേധികൾ ഭൗതിക ജീവിതത്തിൽ ചെലവഴിക്കുന്ന കാര്യങ്ങളുടെ ഉദാഹരണം കമസലി റീഹ്, ഒരു കാറ്റ് പോലെയാണ്, ഫീഹാ സിറുൻ, അതിൽ കടുത്ത തണുപ്പുണ്ട്, അസ്വാബത് ഹർസ قوم ظلموا أنفسهم, സ്വന്തം ആത്മാവുകളോട് അതിക്രമം പ്രവർത്തിച്ച ഒരു ജനതയുടെ കൃഷിയിടത്തിൽ ആ കാറ്റ് പോയി പതിച്ചു. ഫഅഹ്ലകത്, അങ്ങനെ ആ കാറ്റ് അവരുടെ കൃഷിയിടത്തെ നശിപ്പിച്ചു കളഞ്ഞു. വമാ ളലമഹുമുല്ലാഹ്, അല്ലാഹു അവരോട് യാതൊരു അക്രമവും ചെയ്തില്ല. വലാകിൻ അൻഫുസഹും യദ്ലിമൂൻ, മറിച്ച് അവരോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത്. അല്ലാഹു തആല ഈ ആയത്തിൽ ഭൗതിക ജീവിതത്തിൽ നിഷേധികൾ ചെയ്യുന്ന നന്മകളുടെ അവസ്ഥ വിവരിക്കുകയാണ്. കഴിഞ്ഞ ആയത്തിൽ നിഷേധികളുടെ പാരത്രിക അവസ്ഥ വിവരിച്ചു. അവർക്കെത്ര സമ്പത്തും സന്താനവും ഉണ്ടെങ്കിലും അതൊന്നും പരലോകത്ത് പ്രയോജനപ്പെടുന്നതല്ല. അല്ലാഹു തആല അവരുടെ ഭൗതിക അവസ്ഥയെപ്പറ്റി പറയുന്നു. കാരണം അവരുടെയും നമ്മളുടെയും വീക്ഷണത്തിൽ ചില നന്മകൾ അവർ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ജനോപകാരങ്ങൾ ചെയ്യുന്നു. അതിന്റെ ഫലം എന്തായിരിക്കും? അതിൽപ്പെട്ടതാണ് ഇന്ന് ചില സഹോദരങ്ങൾ വിഷയവുമായി ബന്ധമില്ലാതെ വെറുതെ ആശയക്കുഴപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, അവർ നരകത്തിലായിരിക്കുമോ, ഇവർ നരകത്തിലായിരിക്കുമോ, ഇവരെപ്പറ്റി എന്താ നിങ്ങൾ പറയുന്നത്? അല്ലാഹു തആല ഈ ആയത്തിലൂടെ അതിനെപ്പറ്റി പറയുന്നു. മസലു മാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ, നിഷേധികളുടെ നന്മകൾക്ക് പരലോകത്ത് യാതൊരു ഗുണവുമില്ല. പിന്നെ ഇഹലോകത്തോ ചിലപ്പോൾ ഗുണമുണ്ടായേക്കാം. അവർക്ക് നല്ല പേര് കിട്ടാം, വലിയ പെരുമ കിട്ടാം. നാം അവരോട് അസൂയപ്പെടുന്നില്ല എന്നല്ല, ആ വിഷയത്തിൽ നമുക്ക് അവരോട് ശത്രുതയുമില്ല. പക്ഷേ അവർ അടിസ്ഥാനപരമായ നന്മയെ വിസ്മരിച്ചു, സത്യവിശ്വാസം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നിഷേധത്തെ മനഃപൂർവ്വം തിരഞ്ഞെടുത്തു. അതേ നിഷേധം വലിയ അക്രമമാണ്. അവരോട് ചെയ്യുന്ന, മറ്റുള്ളവരോട് ചെയ്യുന്ന വലിയ അക്രമമാണ്.
കാരണം സത്യവിശ്വാസത്തിലൂടെ സത്യവിശ്വാസം പടരും. സഹോദര, നിങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇണകളിലേക്കും മക്കളിലേക്കും കുടുംബത്തിലേക്കും നാട്ടുകാരിലേക്കും പ്രസരിക്കും. നിങ്ങൾക്ക് നിഷേധത്തിന്റെ ദുർഗുണമുണ്ടെങ്കിൽ അതും മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലും. അൽ ഈമാൻ യഅതി ബിൽ അജായിബ്, സത്യവിശ്വാസം അത്ഭുതങ്ങൾ കാട്ടും, നിഷേധവും വലിയ അത്ഭുതങ്ങൾ കാട്ടും. അതുകൊണ്ട് നിഷേധവും സത്യവിശ്വാസവും നിസ്സാര കാര്യമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുവനും ചുറ്റി നിൽക്കുന്ന, എന്നെല്ലാ ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്ന വലിയ ശക്തിയുള്ള ഒന്നാണ് ഈമാൻ, സത്യവിശ്വാസം. അതുപോലെ തന്നെ വലിയ ശക്തിയുള്ള ഒരു ദുരന്തമാണ് നിഷേധമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിഷേധികളായ ആളുകൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, സാധുക്കളെ സഹായിക്കുന്നു, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു, കരയുന്നവരുടെ കണ്ണീരൊപ്പുന്നു, ഖേദിക്കുന്നവർക്ക് സമാശ്വാസം നൽകുന്നു. വളരെ നല്ല കാര്യം. അതിന്റെ ഫലങ്ങൾ അവർക്ക് ഇഹലോകത്ത് ലഭിച്ചേക്കാം. നമ്മൾ അവർക്ക് അതിന്റെ ഫലങ്ങൾ ഈ ലോകത്ത് അവരെപ്പറ്റി സമ്മതിച്ച് പറയേണ്ടതുമാണ്. എന്നാൽ മനസ്സിലാക്കണം, പരലോകത്തിന്റെ അടിസ്ഥാനം സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ അവർക്ക് യാതൊരു ഫലവും ഉണ്ടാകുന്നതല്ല. ഇതിന് അല്ലാഹു തആല ഒരു ഉദാഹരണം പറയുന്നു. കമസലി റീഹിൻ ഫീഹാ സിർറുൻ അസാബത് ഹർസ ഖൗം. ഈ ലോകത്ത് അവർ പ്രവർത്തിച്ച ദാനധർമ്മങ്ങളുടെയും മറ്റുള്ളവരോടുള്ള സ്നേഹകാരുണ്യങ്ങളുടെയും ഉദാഹരണം ഒരു കൃഷിയിടം പോലെയാണ്. ആ കൃഷിയിടത്തിൽ നിന്നും ആരംഭത്തിൽ ധാരാളം ഉൽപ്പന്നങ്ങൾ ലഭിച്ചു, പ്രയോജനപ്പെട്ടു. അവർക്ക് പ്രയോജനപ്പെട്ടു, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടു. അവരുടെ ജീവിതം ഭദ്രമായി, മറ്റുള്ളവരുടെ ജീവിതം സുന്ദരമായി. പക്ഷേ അവർക്ക് സത്യവിശ്വാസത്തിന്റെ അമൂല്യമായ നിധിയില്ലാത്ത കാരണത്താൽ കമസലി റീഹിൻ ഫീഹാ സിർറുൻ അസാബത് ഹർസ ഖൗം. കുറെ നാളുകൾക്ക് ശേഷം ആ കൃഷിയിടത്തിലേക്ക് ഒരു കടുത്ത കൊടുങ്കാറ്റ് അടിച്ചു വീശി. നല്ല തണുപ്പുള്ള കടുത്തൊരു ചുഴലിക്കാറ്റ് അവരുടെ കൃഷിയിടത്തിലേക്ക് കടന്നു വന്നു. അത് മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. അസാബത് ഹർസ ഖൗമിൻ ളലമൂ അൻഫുസഹും ഫഅഹ്ലകത്. അറിയണം, ഇതുപോലെയാണ് അവരുടെ നാളെ പരലോകത്തിലെ അവസ്ഥ. പടച്ചവരോടുള്ള നിഷേധം നിസ്സാര കാര്യമല്ല. എന്റെ പിതാവ്, അല്ലെങ്കിൽ എന്റെ മുതലാളി, അല്ലെങ്കിൽ എന്റെ ഒരു ഉടമ, ഞാൻ അടിമയായിരിക്കെ എന്റെ ഒരു ഉടമ, അവരുടെ സമ്പത്തിൽ നിന്നും ഞാൻ ധാരാളം സമ്പത്തെടുത്ത് മറ്റുള്ളവർക്ക് ദാനം കൊടുത്തു, എനിക്ക് പേര് കിട്ടി, പെരുമ കിട്ടി. ഇത്തരണത്തിൽ ഉടമ എന്നോട് സ്നേഹം കാണിക്കുമോ? എന്റെ പിതാവിനോട് ഞാൻ നിരന്തരം ധിക്കാരമാണ്. അയാളുടെ പൈസ എടുത്ത് ഞാൻ സാധുക്കൾക്ക് കൊടുക്കുന്നു, പിതാവ് സന്തോഷിക്കുമോ? എന്റെ മുതലാളിയുടെ കച്ചവടത്തിൽ എനിക്ക് യാതൊരു കൂറുമില്ല, ബന്ധവുമില്ല, ഒരു നിയമങ്ങളും പാലിക്കത്തില്ല, ജോലിയും ചെയ്യുകയില്ല. അയാളുടെ പൈസ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് ഞാൻ ആളായിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് തൃപ്തിയാകുമോ? പടച്ചവൻ പറയുന്നു, ഇതുപോലെ ക്രൂരതയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. പടച്ചവൻ ചെയ്ത അനുഗ്രഹങ്ങൾ അത് കണ്ടുകൊണ്ട് പടച്ചവനെ കണ്ടെത്തണം. പടച്ചവൻ എനിക്ക് ആരോഗ്യം തന്നു, പടച്ചവൻ എനിക്ക് നാവ് തന്നു, പടച്ചവൻ എനിക്ക് സമ്പത്ത് തന്നു, പടച്ചവൻ എനിക്ക് സന്താനങ്ങളെ തന്നു. പടച്ചവനെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ആ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാനിത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നു.
ഇവിടെ പടച്ചവൻ അനുഗ്രഹിക്കും. ചെറിയ ദാനവും വലിയ പ്രതിഫലത്തിന് കാരണമായി തീരും. അതുകൊണ്ട് സത്യവിശ്വാസം, പടച്ചവനിലുള്ള വിശ്വാസം, പ്രവാചകനിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം നന്മകളുടെ നാരായ വേരാണ്. പടച്ചവന്റെ അരികിൽ ഒരു നന്മ നന്മയാകണമെങ്കിൽ പടച്ചവനിൽ വിശ്വസിക്കൽ, പടച്ചവൻ അറിയിച്ച കാര്യങ്ങളിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരോട് വലിയ ആക്രമം കാട്ടുന്നവരാണ്. എന്നെല്ലാം നിഷേധത്തിന്റെ ദുഷ്ഫലങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്ന കാരണത്താൽ അവരോടും അക്രമം പ്രവർത്തിക്കുകയും ആ അക്രമങ്ങളെല്ലാം ഈ നിഷേധിയുടെ തലയിൽ വന്ന് പതിക്കുന്നതുമാണ്. നിഷേധിയോട് പടച്ചവൻ യാതൊരു ആക്രമവും ചെയ്യുന്നില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളോട് നിഷേധപരമായ സമീപനം സ്വീകരിച്ചതിനാൽ അവരോട് തന്നെയാണ് അക്രമം കാട്ടുന്നത്. പടച്ചവനൊരു മനസ്സ് നൽകി. ആ മനസ്സുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളിലും വിശ്വാസം. പടച്ചവനിൽ മാത്രം വിശ്വാസമില്ല. പടച്ചവൻ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രം വിശ്വാസമില്ല. പ്രവാചകനിൽ വിശ്വാസമില്ല. പ്രവാചകൻ അറിയിച്ച കാര്യങ്ങളിൽ വിശ്വാസമില്ല. നാളെ ചെന്നെത്തേണ്ട പരലോകത്തിൽ വിശ്വാസമില്ല. അവന്റെ വിശ്വാസം മുഴുവനും ഭൗതിക കാര്യങ്ങളിൽ ചുരുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവൻ അവരോട് അക്രമം പ്രവർത്തിക്കുന്നു. അവരുടെ നിഷേധം കണ്ട് മറ്റുള്ളവരും നിഷേധികളായി അവരുടെ നിഷേധത്തിന്റെ പാപവും ഇവന്റെ തലയിൽ വന്നു ചേരുന്നു. وَمَا ظَلَمَهُمُ اللَّهُ وَلَكِنْ أَنفُسَهُمْ يَظْلِمُونَ. യഥാർത്ഥത്തിൽ നിഷേധം സ്വന്തം ആത്മാവിനോടുള്ള അക്രമമാണ്. നിഷേധത്തിലൂടെ ഒരു മനുഷ്യൻ അവന്റെ തലയിലേക്ക് പാപങ്ങളുടെ വലിയ ചുമടുകളാണ് എടുത്തു വെക്കുന്നത്. وَمَا ظَلَمَهُمُ اللَّهُ وَلَكِنْ أَنفُسَهُمْ يَظْلِمُونَ. ആകയാൽ വിശ്വാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിൻ. പടച്ചവനിൽ വിശ്വസിക്കിൻ, പ്രവാചകനിൽ വിശ്വസിക്കിൻ, പരലോകത്തിൽ വിശ്വസിക്കിൻ. ആ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി നന്മകൾ ചെയ്യൻ. പ്രവാചകന്റെ മാർഗത്തിലായി നന്മകൾ ചെയ്യൻ. പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി നന്മകൾ ചെയ്യൻ. അള്ളാഹു നമുക്ക് ഉദവി നൽകുമാറാകട്ടെ.